നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോഡ്ലെസ് വാക്വം ക്ലീനറുകൾ വളരെ പോപ്പുലർ ആണ്. കാരണം വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ വീട് മുതൽ കാർ വരെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈ വാക്വം ക്ലീനിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് നമ്മൾ പല വാക്വം ക്ലീനറുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വയർഡ് ആയിട്ടുള്ള വാക്വം ക്ലീനറും പരിചയപ്പെട്ടിട്ടുണ്ട്, വയർലെസ് ആയിട്ടുള്ള വാക്വം ക്ലീനറും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം പലരുടെയും ഒരു സംശയമാണ്, വയർഡ് വാക്വം ക്ലീനർ വേണോ വയർലെസ് വാക്വം ക്ലീനർ വേണോ എന്ന്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ വയർഡ് വാക്വം ക്ലീനറെ കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. ഇന്ന് മൊത്തം പറയാൻ പോകുന്നത് ഈ ഒരു വയർലെസ് വാക്വം ക്ലീനറിനെ കുറിച്ചാണ്. ഇതിന്റെ ഗുണവും ദോഷവും ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് വയർഡ് വാക്വം ക്ലീനറും വയർലെസ് വാക്വം ക്ലീനറും ഉപയോഗിച്ച് അതിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോയുടെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ആ കാര്യം വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോയുടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോ റീജൻസി കോഡ്ലെസ് സ്റ്റിക്ക് വാക്വം ക്ലീനർ ആണ്. അതായത് ഈ ഒരു വാക്വം ക്ലീനർ ആണ്. ഇത് ഇപ്പം കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടല്ലോ, പക്ഷേ നമുക്ക് ഇതിൽ പല അറ്റാച്ച്മെന്റുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് ഇതിനൊപ്പം ലഭിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 110 വാട്ട്സിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറുള്ള വാക്വം ക്ലീനർ ആണ്. 7 kPa സെക്ഷൻ പവർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഒപ്പം തന്നെ 2 സെക്ഷൻ മോഡുകളും ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സിൽ നമുക്ക് മെയിൻ യൂണിറ്റ് ലഭിക്കുന്നുണ്ട്, മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ബ്രഷ് ലഭിക്കുന്നുണ്ട്, 2-in-1 ക്രെവിസ് നോസിൽ ലഭിക്കുന്നുണ്ട്, മൾട്ടിപർപ്പസ് ബ്രഷ് ഉണ്ട്, അലൂമിനിയം ട്യൂബ് ഉണ്ട്, ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്, വാൾ മൗണ്ട് ഉണ്ട്. അതിനോടൊപ്പം യൂസർ മാനുവലും ഈ ഒരു ബോക്സിൽ കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് മെയിൻ യൂണിറ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. 110 വാട്ട്സിന്റെ മോട്ടറാണ് ഇതിൽ ലഭിക്കുക. 2200 mAh റീചാർജബിൾ ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഒരു സിംഗിൾ റീചാർജിൽ 33 മിനിറ്റ് നമുക്ക് ലോ മോഡിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഹൈ മോഡ് കൊണ്ട് ഹൈ മോഡിലാണെങ്കിൽ 23 മിനിറ്റ് ആണ് ഇവിടെ കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ഫുൾ ചാർജ് ആകണമെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ സമയമെടുക്കും. മെയിൻ യൂണിറ്റിൽ തന്നെയാണ് ഡെസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ബിൻ നൽകിയിരിക്കുന്നത്. ഡസ്റ്റ് ബിന്റെ കപ്പാസിറ്റി 0.5 ലിറ്റർ ആണ്. ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കളക്ടിംഗ് ബിൻ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ വാഷബിൾ ആയിട്ടുള്ള ഫിൽറ്റർ ആണ് നൽകിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഇതിൽ നൽകിയിരിക്കുന്ന ഫിൽറ്റർ നമുക്ക് എങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഊരി ക്ലീൻ ചെയ്തതിനു ശേഷം തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. മുകൾ ഭാഗത്തായിട്ട് 3 LED ലൈറ്റുകൾ കാണാൻ സാധിക്കും. ഈ LED ലൈറ്റ്സ് ബാറ്ററി ചാർജ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്തായിട്ട് പവർ ബട്ടണും ഒരു മാക്സ് ബട്ടണും നൽകിയിട്ടുണ്ട്. പവർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ മാക്സ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലോ മോഡും ഹൈ മോഡുമാണ് ഇതിൽ ലഭിക്കുക. അപ്പോൾ ആ 2 മോഡുകൾ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നത് ഹാൻഡിലിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ്. ഇനി നമുക്ക് ഈ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലോർ ക്ലീനിങ് ബ്രഷിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഈ ബ്രഷിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കുറെ LED ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ടേബിളിനടിയിലും ബെഡിനടിയിലും ഒക്കെ വലിയ വെളിച്ചമില്ലാത്തിടത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു LED ലൈറ്റിന്റെ പ്രകാശത്തിൽ സാധിക്കും. ഇതിന്റെ ബ്രഷ് ഒരു പ്രത്യേക രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അതായത് വാക്യൂമിങ്ങും ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ക്ലീനിങ്ങും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബ്രഷും ഇതിൽ നൽകിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട അറ്റാച്ച്മെന്റ് മെയിൻ യൂണിറ്റിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇതിലേക്ക് ഫ്ലോർ ക്ലീനിങ് ബ്രഷ് അറ്റാച്ച് ചെയ്യുകയാണ്. ഈ ഫ്ലോർ ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാം, കാർപ്പറ്റ് ക്ലീൻ ചെയ്യാം. അങ്ങനെ ഒത്തിരി അഴുക്കും പൊടിയും ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ ഈ ഒരു ഫ്ലോർ ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ സക്ഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേ അധികം പൊടിയും അഴുക്കും ഒക്കെയുള്ള ആ ഒരു ഭാഗം വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു മെഷീൻ ക്ലീൻ ചെയ്യുന്നത്. അടുത്തത് മൾട്ടിപർപ്പസ് ബ്രഷ് ആണ്. ഇതിനെ മാട്രസ് ബ്രഷ് എന്നും വേണമെങ്കിൽ പറയാം. ഇത് പലയിടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാട്രസ്, പില്ലോ, കുഷ്യൻ, സോഫ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള ഈ ഒരു അലൂമിനിയം ട്യൂബ് മെയിൻ യൂണിറ്റിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ ലെങ്ത് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ഈ അലൂമിനിയം ട്യൂബിന്റെ ഒരറ്റത്ത് വേണ്ട ബ്രഷുകൾ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അറ്റാച്ച് ചെയ്തുകൊണ്ട് ഭിത്തിയും സീലിംഗും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഭിത്തിയും സീലിംഗും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു അലൂമിനിയം ട്യൂബിന്റെ അറ്റത്ത് മൾട്ടിപർപ്പസ് ബ്രഷ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്ലീനിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത്
2-in-1 ക്രെവിസ് നോസിലാണ്. ഈ ക്രെവിസ് നോസിൽ സാധാരണ ക്രെവിസ് നോസിൽ പോലല്ല ഇതിന്റെ അറ്റത്തായിട്ട് ഒരു ചെറിയ ബ്രഷ് നൽകിയിട്ടുണ്ട്. ഈ ബ്രഷിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇത് അകത്തേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതൊരു സെക്ഷൻ ട്യൂബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ബ്രഷിന്റെ യൂസ് കൂടുതലും വരുന്നത് ചെറിയ സ്പേസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ഈ ക്രെവിസ് നോസിൽ ഇറക്കി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇതിന്റെ ബ്രഷ് ഇല്ലാതെ നമുക്ക് വിൻഡോയുടെ സൈഡ് അതേപോലെ തന്നെ കതകിന്റെ സൈഡൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി കാർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറിൽ സീറ്റിന്റെ ഇടഭാഗമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് കൈ കയറ്റി ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ തന്നെ ഈ ക്രെവിസ് നോസിൽ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ സോഫയുടെ ഒക്കെ കോർണർ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ക്രെവിസ് നോസിൽ യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ ക്രെവിസ് നോസിൽ നൽകിയിരിക്കുന്ന ബ്രഷ് വെച്ചുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പിന്റെയോ കീബോർഡിന്റെയോ ഒക്കെ ഇടയിലുള്ള അഴുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഞാൻ ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. എൻ്റെ സ്റ്റുഡിയോ റൂമിൽ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ആ കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനായി സോഫ ബെഡ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന്റെ വർക്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ ഉള്ള ഒരു സെക്ഷൻ പവറും കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് ഇതിന്റെ ഒരു ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. അതായത് 2200 mAh ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചാർജ് ആകാനായിട്ട് 5 മണിക്കൂർ എടുക്കും. പക്ഷേ നമുക്ക് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത് ഇതിന്റെ ഹൈ മോഡിലാണെന്നുണ്ടെങ്കിൽ 23 മിനിറ്റ് ആണ്. പിന്നെ ഇതിന്റെ ലോ മോഡിലാണെങ്കിൽ 33 മിനിറ്റും കിട്ടും. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ കുറവായിട്ട് നമുക്ക് തോന്നും. കാരണം ചാർജ് ആകാൻ 5 മണിക്കൂർ എടുക്കും, പക്ഷേ നമുക്ക് കിട്ടുന്ന ബാക്കപ്പ് വളരെ കുറവാണ്. കോഡ്ലെസ് ആയിട്ടുള്ള എല്ലാ വാക്വം ക്ലീനറിലും ഈ ഒരു റേഞ്ചിലൊക്കെയാണ് ബാറ്ററി ബാക്കപ്പ് സാധാരണ കിട്ടാറുള്ളത്. ഞാൻ കഴിഞ്ഞ മാസം ഒരു കോഡ്ലെസ് വാക്വം ക്ലീനർ പരിചയപ്പെടുത്തിയപ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇതിന്റെയൊക്കെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം സംഭവം ഇതാണ്, ഇങ്ങനെയുള്ള കോഡ്ലെസ് വാക്വം ക്ലീനറുകൾ മിക്കതിലും ഒരുമാതിരിപ്പെട്ട എല്ലാ വാക്വം ക്ലീനറിലും ബാറ്ററി ബാക്കപ്പ് ഇത്രേ കിട്ടത്തുള്ളൂ. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ. അതിൽ കൂടുതൽ നമുക്ക് ഒരു ഫുൾ ചാർജിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ ഉപയോഗം എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു കോഡ്ലെസ് വാക്വം ക്ലീനർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോഡ്ലെസ് വാക്വം ക്ലീനറിലേക്ക് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ വയർഡ് ആയിട്ടുള്ള പല വാക്വം ക്ലീനറുകളിലും അവൈലബിൾ ആണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വാങ്ങാനും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും. ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളൊരു വാക്വം ക്ലീനർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണിത്. അപ്പോൾ മറക്കാതെ ആ വീഡിയോയുടെ കണ്ടേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാം.